നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരോഗ്യവകുപ്പിലേക്കുള്ള ഒരു സ്ഥിര നിയമനമാണ്. 81,000 രൂപയിലധികം സാലറി ലഭിക്കുന്നതും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു തസ്തികയിലേക്കുള്ള വേക്കൻസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SSC മുഖേനയാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അതായത് SSCയുടെ ഫേസ് 40 വഴിയാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. SSCയുടെ ഫേസ് 40 നോട്ടിഫിക്കേഷനെ പറ്റി അറിയാത്തവർ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ നോക്കുക. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ലാബറട്ടറി അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിലേക്കാണ് നമുക്ക് വരുന്നത്. നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ കോഴിക്കോടാണ് നിയമനം കിട്ടാൻ സാധ്യത. ഇതിലേക്കുള്ള പോസ്റ്റ് കോഡ് KK 1432 ആണ്. ഈ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് SSCയുടെ ഫേസ് 40 ധാരാളം വേക്കൻസികളുണ്ട്. അതിൽ KK 1432 എന്ന് പറഞ്ഞ പോസ്റ്റ് കോഡ് അടിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. ഇതിലേക്ക് പറയുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്. അതായത് BSc ആയിരിക്കും ഉണ്ടായിരിക്കണം. BScയിൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഇതിലെ പേ ലെവൽ 4 ആണ്. അതായത് 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ് സാലറി പറയുന്നത്. ഇതൊരു കേന്ദ്ര സർക്കാർ സ്ഥിര നിയമനമായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡത്തിൽ പറയുന്ന പോലെ മറ്റ് അലവൻസും കാര്യങ്ങളും എല്ലാം ചേർന്ന് വളരെ വലിയൊരു സാലറി ആയിരിക്കും നമുക്ക് ഇവിടെ ലഭിക്കാൻ സാധിക്കുക. ഇനി ഇതിലേക്ക് സ്കില്ലൊന്നും ആവശ്യമില്ല. ഒരു ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. ഇതിൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അതായത് SC ST കാൻഡിഡേറ്റിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC കാൻഡിഡേറ്റിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇതിൽ ഫീമെയിൽ, മെയിൽ, ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി, അപ്ലൈ ഫീസ്, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എവിടെയൊക്കെയാണ് എക്സാമിനേഷൻ സെൻറ്റർ തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപേക്ഷ സമർപ്പിക്കൽ അവസാന തീയതി 4/5/2026 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 13/4/2026 ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഒരു 100 രൂപ കൊടുക്കണം. അവിടെ SC ST എക്സ് സർവീസ്മാൻ ഫീമെയിലിൽ നിന്നും ഈ ഫീസ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ വന്നിട്ട് കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ, മലപ്പുറം എന്നിവിടങ്ങളിലെ എക്സാമിനേഷൻ സെൻറ്റർ കിട്ടും. ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന അവസാന തീയതിക്ക് മുമ്പായി SSCയുടെ ഓൺലൈൻ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതുപോലെ വ്യത്യസ്തങ്ങളായ ജോബ് അപ്ഡേറ്റ് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. കൂടാതെ ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഒന്ന് അറിയിക്കുക. താങ്ക്